സംസ്കൃതത്തിൽ സെവന്തിക എന്നും ഹിന്ദിയിൽ ചന്ദ്രമല്ലിക എന്നും തമിഴിൽ ജെവന്തി അഥവാ സാമന്തി എന്നും മണിപ്പൂരിൽ ചന്ദ്രമുഖി എന്നും അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ജമന്തിയാണ് ഇന്നത്തെ അതിഥി. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം 300ഓളം വർഗ്ഗങ്ങളുള്ള ഒരു സസ്യജനുസ്സാണ് ജമന്തി. ആദ്യമായി ജമന്തി കൃഷി ചെയ്തത് ചൈനയിലാണ്. നഴ്സറിയിൽ നിന്നും വാങ്ങി വരുന്ന ചെടി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നല്ല പോട്ടി മിക്സ് നിറച്ച ചട്ടിയിൽ പറിച്ച് നടാവുന്നതാണ്. ഒട്ടും തന്നെ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വെള്ളം നന്നായി വാർന്നു പോകുന്ന മണ്ണ് തന്നെ വേണം. കൂടാതെ വെള്ളം വാർന്നു പോകാനുള്ള ഹോൾസ് ചട്ടിയിൽ ഉണ്ടെന്ന് കൂടി ഉറപ്പുവരുത്തുക. വളം കുറഞ്ഞു പോയാൽ പൂക്കൾ ഉണ്ടാകില്ല. ഒരു വർഷം നന്നായി പൂക്കൾ കിട്ടിക്കഴിഞ്ഞാൽ ആ ചെടി റീപോർട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഈ ചെടിക്ക് കമ്പിൽ നിന്നാണ് കൂടുതൽ വേരുകൾ വരുന്നത്. ചട്ടിയിൽ കൂടുതൽ വേരുകൾ തിങ്ങി നിറഞ്ഞാൽ പൂക്കൾ ഉണ്ടാകുന്നത് കുറഞ്ഞു പോകും. നല്ല ഇളക്കമുള്ളതും വായുസഞ്ചാരമുള്ളതുമായ പോട്ടി മിക്സ് തയ്യാറാക്കി വേണം തൈകൾ നട്ടുകൊടുക്കാനായി. ചെടിയുടെ ഇലകൾ മണ്ണിൽ കിടക്കാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മണ്ണിൽ ഇലകൾ കിടന്നിട്ടുണ്ടെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരികയും ചെടി നാശമാവുകയും ചെയ്യും. ചെടി വളർന്ന് 4 ഇഞ്ച് ഉയരം വന്നു കഴിയുമ്പോൾ നിറയെ ശിഖിരങ്ങൾ വരാനായി പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ നല്ല വെയിലുള്ള ഭാഗത്ത് തന്നെ ചെടി വയ്ക്കണം. ആഴ്ചയിൽ ഒരിക്കൽ വളമിട്ട് കൊടുക്കുകയും വേണം. വളരെ പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വരുന്ന ഒരു ചെടിയാണ് ജമന്തി. അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധ കൊടുത്താൽ ചെടി നാശമാകാതെ നിറയെ പൂക്കൾ തരും. ജമന്തി ചെടിയുടെ അടിഭാഗം പൊട്ടിപ്പോയാൽ ചെടി പെട്ടെന്ന് തന്നെ നാശമാവുകയും ചെയ്യും. ഒരുപാട് വെള്ളം നനവുള്ള മണ്ണായാലും ചെടി നശിച്ചു പോകും. മാസത്തിൽ ഒരു തവണ ചാണകപ്പൊടിയും ആട്ടിൻ കാഷ്ടവും ചേർത്ത് കൊടുത്താൽ നല്ല ആരോഗ്യത്തോടെ ചെടിയിരിക്കും. NPK 18-18-18 2 കൂടുമ്പോൾ ഇട്ട് കൊടുക്കുക. കൂടാതെ പഴത്തൊലി ഇട്ട് വെച്ച വെള്ളം പൂക്കളുണ്ടാകാൻ വളരെ നല്ലതാണ്. 5 ദിവസം മുൻപ് പഴത്തൊലി ഇട്ട് വെച്ച വെള്ളം ഇരട്ടി വെള്ളം ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പൊട്ടാസ്യത്തിൻ്റെ കലവറയാണ് ഈ ഒരു ഫെർട്ടിലൈസർ. ഏത് പൂ വരാത്ത ചെടിയിലും നിറയെ പൂക്കൾ വരാൻ പൊട്ടാസ്യം വളരെ നല്ലതാണ്. 1.5 മാസം കൂടുമ്പോൾ ചെടിയുടെ താഴെ എപ്സം സാൾട്ട് കുറഞ്ഞ അളവിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുല കുത്തി തന്നെ പൂക്കൾ ഉണ്ടാകും. മഗ്നീഷ്യത്തിൻ്റെ അഭാവം കൊണ്ടാണ് പൂക്കൾക്ക് നിറം കുറഞ്ഞു വരുന്നത്. അത്തരം പ്രശ്നങ്ങൾക്കും മഗ്നീഷ്യം ചേർത്ത് കൊടുക്കാം. പ്രാണിശല്യം കുറയ്ക്കാനായി 2 ആഴ്ച കൂടുമ്പോൾ വേപ്പെണ്ണ വെള്ളത്തിൽ കലർത്തി സ്പ്രേ ചെയ്തു കൊടുക്കണം. കീടശല്യം ഉണ്ടാകുമ്പോൾ ചെടി മുരടിച്ചു പോകുന്നു. അതില്ലാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. മാസത്തിൽ ഒരു തവണ ഫംഗൽ ഇൻഫെക്ഷൻ ഇല്ലാതാക്കാൻ ഫംഗിസൈഡ് മണ്ണിലും ചെടിയിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് മൂലം ചെടി ചീഞ്ഞു പോകുന്നത് പരിഹരിക്കാൻ കഴിയും. അത്യാവശ്യം നല്ല ശ്രദ്ധ ആവശ്യമായ ചെടിയാണിത്. ഇതുപോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ ഒരുപാട് പൂക്കൾ തരുന്ന നല്ല പല നിറത്തിലുള്ള പൂക്കളോട് കൂടിയ ജമന്തി ചെടി നമ്മുടെ വീടുകളിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നഴ്സറികളിൽ ഈ ഒരു സമയത്ത് പോകുമ്പോൾ നിറയെ പൂക്കൾ തരുന്ന ഒരുപാട് ചെടികളുണ്ടായിരിക്കും. അതിൽ പ്രധാന ഇനമാണ് നമ്മുടെ ജമന്തി. ജമന്തി ചെടിയുടെ പരിചരണമൊന്നും അറിയാതെ പൂക്കളുടെ ഭംഗി മാത്രം കണ്ട് ചെടി വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുകയും ഒരാഴ്ച കൊണ്ട് തന്നെ ആ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതോടൊപ്പം ചെടിയും നശിച്ചു പോകുന്നു. അത്തരം പ്രശ്നങ്ങൾ എല്ലാവർക്കും വരുന്നതാണ്. ഈ ഒരു പൂക്കളുടെ സീസൺ മുതൽ ഇനി അങ്ങോട്ട് എല്ലാവരുടെ വീടുകളിലും നിറയെ പൂക്കളോട് കൂടി ജമന്തി ചെടി ഉണ്ടാക്കിയെടുക്കാൻ കഴിയട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബായ്.